ഹേ ഗായ്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഫാമിലിയായിട്ട് എല്ലാവരും ഇപ്പോൾ ഡിണ്ടിക്കൽ ബിരിയാണി കഴിക്കുന്നത്. ഡിണ്ടിക്കലല്ല, നമ്മൾ ട്രിവാൻഡ്രത്ത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടെ ഒരു ഗ്രേവി കിട്ടും ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ഗ്രേവി ആയിട്ട് ഇത് മാത്രം മതി ഇത് ഫുള്ള് കഴിക്കാൻ വേണ്ടിയിട്ട്. നോർമൽ നമ്മളിവിടുത്തെ ബിരിയാണിയുടെ കൂടെ ഒന്നും ഗ്രേവി കിട്ടാറില്ല, പക്ഷേ തമിഴ്നാട് സൈഡിലൊക്കെ ഒരു ഗ്രേവി തരാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെൻ്റെ അക്കിയും തമ്പുരും എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞ് ഇത് വീണ്ടും കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ നമ്മൾ ഡിണ്ടിക്കലിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചേട്ടോ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വീട്ടിൽ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളത് കുക്കറിനകത്തോട്ട് ഇവരുടെ ഡിണ്ടിക്കൽ പാക്കറ്റ് അങ്ങോട്ട് പൊട്ടിച്ചു. സാധനം അത്ര വാല്യൂ ഫോർ മണി ഒന്നും അല്ല, കാരണം 250 രൂപയാണ് ഈ ഒരു പാക്കറ്റിന്. അപ്പോൾ നമുക്ക് ഒരു ബിരിയാണിക്ക് അത്ര വില ആവുന്നില്ല. നമ്മളിത് സോക്ക് ചെയ്ത് വെച്ച റൈസും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കർ വെച്ച് അടച്ചു വെക്കാൻ വേണ്ടി പോവാണ്. കണ്ടറിയോ നേരത്തെ ഒരു കുക്കർ ഇതുപോലെ നശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് അടച്ചു വെച്ച് 2 വിസിലും കൂടെ അടിച്ച് തുറന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡിണ്ടിക്കൽ പോയൊരു ഫീലാണ്. അത്രയൊന്നും ഇല്ലെങ്കിലും നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ, സത്യമായിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ ടേസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോകണ്ട. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മളന്ന് ഹോട്ടലിൽ പോയി കഴിച്ചതിൻ്റെ അത്രയും വന്നിട്ടില്ലെങ്കിലും അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഡിണ്ടിക്കൽ ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. മൃദുലയും കഴിച്ച് നോക്കി, അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്പോട്ടൻ പിന്നെ ഇങ്ങനെ വായി നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു.